we have a theorem, the sufficient condition. Let the function f of z equal to u of xy plus I v of xy be defined throughout some epsilon neighborhood of a point z naught equal to x naught plus I y naught. Suppose that we have two conditions. A, first condition, the first order partial derivatives of the functions u and v with respect to x and y exist everywhere in that neighborhood. Second one, those partial derivatives are continuous at x naught y naught and satisfy the Cauchy-Riemann equations ux equal to vy and uy equal to minus vx at the point x naught y naught. Then we have the conclusion. Then f dash of z naught exists, its value being f dash of z naught equal to ux plus ivx, where these partial derivatives are to be evaluated at x naught y naught. That is, we already discussed the necessary condition. That is, we have a function f of z equal to u plus iv, where u and v are functions of x and y. If f of z is differentiable, then it satisfies the Cauchy-Riemann equation. എഫ് ഓഫ് സെറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ഇനി അതിൻ്റെ കോൺവേഴ്സ് ശരിയല്ല എന്ന് നമ്മളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടു. ദാറ്റ് ഈസ് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ച് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. അപ്പോൾ ഇനി എന്താണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകാനുള്ള കണ്ടീഷൻ എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളൊരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്, ഒരു എപ്സിലോൺ നെയ്ബർഹുഡിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ. എപ്സിലോൺ നെയ്ബർഹുഡിൽ ഒരു പോയിന്റ് സെഡ് നോട്ട് എടുത്തിട്ടുണ്ട്. ആ സെഡ് നോട്ടിൽ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് യു ആൻഡ് വി, ദാറ്റ് ഈസ് യു എക്സ്, യു വൈ, വി എക്സ് ആൻഡ് വി വൈ. ഇത് നാലും എക്സിസ്റ്റ് ചെയ്യും ആ നൈബർഹുഡിൽ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എക്സിസ്റ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. എ എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് നമുക്ക് തന്നത്. ബി പറയുന്നത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആണ്, അതുപോലെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ട് കണ്ടീഷനും ഉണ്ടാകുകയാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും അറ്റ് സെഡ് നോട്ടിൽ. അതായത് ഈ രണ്ടും ഏത് പോയിന്റിലൊക്കെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ പോയിന്റിലെല്ലാം എഫിന് ഡെറിവേറ്റീവ് ഉണ്ടാവും. സോ നമുക്ക് രണ്ട് തിയറത്തിൽ നിന്നുകൂടി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ആദ്യത്തെ തിയറം പറയുന്നത്, നെസസറി കണ്ടീഷൻ പറയുന്നത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സഫിഷ്യൻറ്റ് കണ്ടീഷൻ പറയുന്നത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും അതോടൊപ്പം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആവുകയും കൂടി ചെയ്താൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവും. സോ ആ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 4 യു എക്സ്, യു വൈ, വി എക്സ് ആൻഡ് വി വൈ നാലും എന്താകണം, കണ്ടിന്യൂസും കൂടി ആവണം. അങ്ങനെയുള്ള പോയിന്റുകളിലെല്ലാം എഫ് ഡാഷ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു എക്സ് പ്ലസ് ഐ വി എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്, ഏത് പോയിന്റിലാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ പോയിന്റ്. സോ വി ഹാവ് ടു പ്രൂവ് ദിസ് തിയറം. സോ വി ഹാവ് ഗിവൺ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ. സെഡ് നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ടാണ്. അതിനെ ഓർഡേഡ് പെയർ ആക്കിയിട്ട് നമുക്ക് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ സെഡ് നമുക്കറിയാം, സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ ഡെൽറ്റ സെഡിനെ നമുക്ക് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. വേർ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു നമ്പറാണ്. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ എപ്സിലോൺ. നൗ വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ഡബ്ല്യുവിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്. സോ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്. അപ്പോൾ യുവിനെയും വിനെയും എല്ലാം സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ
റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വെച്ച് എഴുതാം. z0 പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ x0 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇമാജിനറി പാർട്ട് y0 പ്ലസ് ഡെൽറ്റ വൈ ആണ്. സോ അതിനെ നമുക്ക് യു വി വെച്ചിട്ട് എങ്ങനെ എഴുതാം? യു ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ മൈനസ് ഈ മൈനസ് ആണ്. ദെൻ എഫ് ഓഫ് z0 എന്ന് പറഞ്ഞാൽ യു ഓഫ് x0 y0 പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് x0 y0. ദെൻ റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതുക, ഇമാജിനറി പാർട്ടും ഒന്നിച്ചെഴുതുക. സോ വി ഗെറ്റ് യു ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് x0 y0 പ്ലസ് I into v of x0 plus delta x y0 plus delta y minus v of x0 y0. So we can write delta w as delta u plus I delta v. ഇവിടെ ഇതിന് ഈ റിയൽ പാർട്ടിനെ മൊത്തത്തിൽ നമ്മൾ ഡെൽറ്റ യു എന്ന് കൊടുത്തു, ഇമാജിനറി പാർട്ടിനെ ഒന്നിച്ച് ഡെൽറ്റ വി എന്ന് വിളിച്ചു. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വി എന്നെഴുതാം. ഡെൽറ്റ യു പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വി, വേർ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ആ റിയൽ പാർട്ടാണ്. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ആൻഡ് ഡെൽറ്റ വി ഈക്വൽ ടു വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. Now we have to find the partial derivatives. കാരണം ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ യു എക്സ് യു വൈ വി എക്സ് വി വൈ ഇതെല്ലാം എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് യു എക്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. യു എക്സിൻ്റെ ബൈ ഡെഫിനിഷൻ അനുസരിച്ച് യു എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് മീൻസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമ്മളിതിലെ ഈ വൈ നോട്ട് വരുന്നുണ്ട്, വൈ നോട്ട് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ആ വൈ നോട്ടിൻ്റെ കൂടെ ഡെൽറ്റ വൈ ആഡ് ചെയ്യാം. ആഡ് ഡെൽറ്റ വൈ ടു വൈ നോട്ട് ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് വൈ നോട്ടിൻ്റെ കൂടെ ഡെൽറ്റ വൈ ആഡ് ചെയ്താൽ എന്ത് വരും നോക്കാം. അപ്പോൾ വൈ നോട്ടിൻ്റെ കൂടെ ഡെൽറ്റ വൈ ഇവിടെ ആഡ് ചെയ്തു, രണ്ട് സ്ഥലത്താണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡെൽറ്റ വൈ നമ്മൾ വെറുതെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഈ ക്വാണ്ടിറ്റി വ്യത്യാസം വരാൻ പാടില്ല. കാരണം ഇവിടെ ഒരു നമുക്കിങ്ങനെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിലേഷൻ എഴുതിയതാണ്. ഇനി നമ്മളൊരു നമ്പർ ഒരു ക്വാണ്ടിറ്റി ഡെൽറ്റ വൈ ഇതിനോടുകൂടി ആഡ് ചെയ്തു, അപ്പോഴും നമുക്ക് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ ക്വാണ്ടിറ്റീനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ ഒരു എക്സ്ട്രാ ലിമിറ്റ് കൊടുക്കും, ഡെൽറ്റ വൈ ടെൻസ് ടു 0. അപ്പോൾ 0യിലേക്ക് പോകുന്ന ഒരു നമ്പറാണ് നമ്മൾ ആഡ് ചെയ്തത്, അത് 0 ആയി പോയിക്കോളും. അതുകൊണ്ട് തന്നെ ആ ഈക്വൽ സൈനിന് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്ന് പറയുന്ന സൈനിന് വ്യത്യാസം ഉണ്ടാവില്ല. സോ വി ഹാവ് യു എക്സ് ഓഫ് യു എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ന്യൂമറേറ്റർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ന്യൂമറേറ്റർ ഈക്വൽ ടു ഇപ്പോൾ നമ്മളൊരു സാധാരണ സി ഈക്വൽ ടു എ ബൈ ബി എന്ന് എഴുതുമ്പോൾ എ ഈക്വൽ ടു കിട്ടാൻ ബി ഇൻറ്റു സി എന്ന് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ കറക്റ്റ് ഈക്വൽ ടു അല്ല, ഇവിടെ ഒരു ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് ഇത് രണ്ടും ഈ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആവുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് ബൈ സം എച്ച് എങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് മാത്രം എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് സം ഒരു ക്വാണ്ടിറ്റി സം ഒരു കെ എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് കെ. ഇനി ഈ കെയുടെ പ്രത്യേകത എന്താ, കെ ടെൻസ് ടു 0 എപ്പോൾ എക്സ് ടെൻസ് ടു 0, എക്സ് 0യിലേക്ക് പോകുമ്പോൾ കെയും 0യിലേക്ക് പോകും. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ
ഇതേ ലിമിറ്റ് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഇവിടുത്തെ ഈ ന്യൂമറേറ്റർ വേണം. അപ്പോൾ ആ ന്യൂമറേറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. ഇതാണ് ആ ന്യൂമറേറ്റർ. ഈക്വൽ ടു ഡെൽറ്റ എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഉള്ളത് യു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു, അപ്പോൾ ഇതൊറ്റയ്ക്ക് എഴുതാൻ പറ്റില്ല, അതിനോടുകൂടി ഒരു ക്വാണ്ടിറ്റി, ഒരു ഫംഗ്ഷൻ ഫൈ വൺ ആഡ് ചെയ്തു. ഇനി ഫൈ വണ്ണിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫൈ വൺ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സിൻ്റെയും ഡെൽറ്റ വൈയുടെയും ഒരു ഫംഗ്ഷനാണ്. സച്ച് ദാറ്റ് ഫൈ വൺ ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ടെൻസ് 0 ഡെൽറ്റ വൈ ടെൻസ് 0. അതായത് ഈ രണ്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫൈ വൺ, ഇവിടെ നമ്മൾ കെയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫൈ വൺ 0യിലേക്ക് പോകും. അപ്പോൾ വി ഗെറ്റ് എ റിലേഷൻ. നൗ നമ്മൾ നെക്സ്റ്റ് എഴുതുന്നത് യു വൈ ആണ്. യു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എഴുതി, അതിൽ നിന്നാണ് ഇപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടിയത്. ഇനി നെക്സ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നൊന്നുമില്ല. നേരത്തെ നമ്മളൊരു ഡെൽറ്റ വൈ ഒക്കെ ആഡ് ചെയ്തിരുന്നു. ഇവിടെ അതുപോലെ ആഡ് ചെയ്യാനില്ല. ഡയറക്റ്റ് നമുക്ക് ഈ ന്യൂമറേറ്റർ എഴുതണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. സോ വി ഗെറ്റ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഈ ന്യൂമറേറ്ററാണ് ഈക്വൽ ടു ഡെൽറ്റ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ആയതുകൊണ്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യും. ഡെൽറ്റ വൈ ഇൻറ്റു യു വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഫൈ ടു വേർ ഫൈ ടു എന്ന് പറഞ്ഞാൽ ഫൈ ടു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ സച്ച് ദാറ്റ് ഫൈ ടു ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സും ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡെൽറ്റ എക്സ് ഏതൊക്കെ ലിമിറ്റാണോ നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോഴെല്ലാം ഫൈ ടു എന്നുള്ള ഫംഗ്ഷൻ 0യിലേക്ക് പോകും. സോ നമുക്ക് അനദർ റിലേഷൻ കിട്ടും ഇവിടുന്ന്. സെക്കൻഡ് വൺ, ആദ്യം ഫൈ വൺ വെച്ചിട്ട് ഒരു റിലേഷൻ കിട്ടിയിരുന്നു. ദെൻ ഫൈ ടു വെച്ചിട്ട് വേറൊരു റിലേഷൻ കിട്ടി. ഇനി നമ്മൾ ഡെൽറ്റ യു എഴുതാണ്. ഡെൽറ്റ യു നമ്മൾ ആദ്യം ഡെൽറ്റ യുവും ഡെൽറ്റ വി ഒക്കെ എഴുതിയിരുന്നു. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആയിരുന്നു. അപ്പോൾ ഇതിന് കൂടെ നമ്മളൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യും, സബ്ട്രാക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡെൽറ്റ വൈ മൈനസ് ചെയ്യുക പ്ലസ് ചെയ്യാം. ആ മൈനസ് ചെയ്യും പ്ലസ് ചെയ്യും ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണെന്ന് വെച്ചാൽ നമുക്കൊരു 1 എന്ന് പറയുന്ന റിലേഷൻ കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ഈ ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്യും സബ്ട്രാക്റ്റ് ചെയ്യും ചെയ്യുന്നത്. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് നോട്ട് പ്ലസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ സബ്ട്രാക്റ്റ് ചെയ്തു, ആഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. സോ ഡെൽറ്റ യു ഈക്വൽ ടു ഇതിൽ ആദ്യത്തെ രണ്ട് ടേംസ് യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ, അത് നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ടാവും. യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു യു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് 5 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു യു എക്സ് എന്ന് മാത്രം എഴുതുന്നുണ്ട് ഞാൻ. അറ്റ് എക്സ് നോട്ട് വൈ നോട്ടാണ്, അത് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി യു എക്സ് എന്ന് മാത്രം എഴുതുന്നുണ്ട്. പ്ലസ് 5 പ്ലസ് അടുത്തത് പ്ലസ് ഈ ക്വാണ്ടിറ്റി യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, അത് രണ്ടാമത്തെ റിലേഷന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും.
ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ഇൻറ്റു യു വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഫൈ ടു ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു വൈ പ്ലസ് ഫൈ ടു. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു എങ്ങനെ എഴുതാം? ഇനി ഇതേപോലെ നമ്മൾ ഡെൽറ്റ വി എഴുതണം. അതായത് വി എക്സ് കാണാം, വി വൈ കാണാം, ദെൻ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്താൽ നമുക്ക് സിമിലർലി ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു വി എക്സ് പ്ലസ് വേറൊരു ഫങ്ഷൻ കൊടുക്കുന്നുണ്ട് സൈ വൺ പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു വി വൈ പ്ലസ് സൈ ടു. ഇനി സൈ വണ്ണും സൈ ടും ടെൻസ് ടു സീറോ ആണ്. നേരത്തെ പോലെ തന്നെ ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു സീറോ. അപ്പോൾ ഡെൽറ്റ യും ഡെൽറ്റ വി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എഴുതാം. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് ഐ ഡെൽറ്റ വി ആണ്. അതുപയോഗിച്ചിട്ട് ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു യു എക്സ് പ്ലസ് ഫൈ വൺ പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു യു വൈ പ്ലസ് ഫൈ ടു പ്ലസ് ഇനി ഐ ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഡെൽറ്റ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇനി ഡെൽറ്റ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എക്സ് ഇൻറ്റു വി എക്സ് പ്ലസ് ഐ വൺ പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു വി വൈ പ്ലസ് ഐ ടു. Now we can rearrange this. That is ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഉണ്ടാവും, അതുപോലെ ഡെൽറ്റ വൈ. അപ്പോൾ ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് വരുന്ന ടേംസ് എഴുതിയാൽ വി ഗെറ്റ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു ഇവിടെ യു എക്സ് ഉണ്ട്, ഇവിടെ ഐ വി എക്സ്, യു എക്സ് പ്ലസ് ഐ വി എക്സ് പ്ലസ് ഇനി ഡെൽറ്റ വൈ ഉള്ളതുണ്ടാവും. ഡെൽറ്റ എക്സ് ഉള്ള ഇനിയുണ്ട് ഫൈ വണ്ണിൻ്റെ, അത് ഫൈ വൺ ഫൈ ടു സൈ വൺ സൈ ടു ഒന്നിച്ച് എഴുതാം. ആദ്യം ഈ യുവിൻ്റെയും വിൻ്റെയും ടേം എഴുതാം. ഡെൽറ്റ വൈയുടെ യു വൈ ഉണ്ട്, ഇവിടെ ഒരു ഐ വി വൈ ഉണ്ട്, യു വൈ പ്ലസ് ഐ വി വൈ. ഇതെല്ലാം എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലാണ് കേട്ടോ, എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെയാണ്. പ്ലസ് വീണ്ടും ഡെൽറ്റ എക്സ് ഉള്ള ബാക്കിയുള്ള ടേമുകൾ ഏതൊക്കെ? ഫൈ വൺ ഉണ്ട്, ഐ സൈ വൺ, ഫൈ വൺ പ്ലസ് ഐ സൈ വൺ. അതുപോലെ ഡെൽറ്റ വൈക്ക് ഫൈ ടു പ്ലസ് ഐ സൈ ടു ഉണ്ടാകും. സോ ഡെൽറ്റ ഡബ്ല്യു ലൈക്ക് ദിസ്. നൗ വി അപ്ലൈ ദ സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്, അതായത് ബി എന്ന് പറയുന്ന കണ്ടീഷൻ പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. അത് കോഷി റീമാൻ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ യു എക്സ് ആണ്, ഇവിടെ വി എക്സ്, ഈ വൈയിലുള്ളതിനെ മാറ്റുക. ഇവിടെ യു വൈക്ക് പകരം എന്ത് കൊടുക്കുക? മൈനസ് വി എക്സ് എന്ന് കൊടുക്കുക. വി വൈക്ക് പകരം യു എക്സും എന്നും കൊടുക്കുക. സോ വി ഗെറ്റ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു യു എക്സ് പ്ലസ് ഐ വി എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു യു വൈക്ക് പകരം മൈനസ് വി എക്സ് പ്ലസ് ഐ ഇൻറ്റു വി വൈക്ക് പകരം യു എക്സ് പ്ലസ് ബാക്കിയുള്ള ടേമുകൾ അതുപോലെ എഴുതാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഫൈ വൺ പ്ലസ് ഐ സൈ വൺ പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു ഫൈ ടു പ്ലസ് ഐ സൈ ടു. ഇതെല്ലാം അറ്റ് ദി പോയിൻ്റ് എക്സ് നോട്ട് വൈ നോട്ട്. സോ ഇനി ഇതിൽ നമുക്ക് യു എക്സ് പ്ലസ് ഐ വി എക്സ് അതുപോലെ യു എക്സ് പ്ലസ് ഐ വി എക്സ് കോമൺ ആയിട്ട്, അതായത് ഈ ഫസ്റ്റ് രണ്ട് ടേം, ഇതിലെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ഇൻറ്റു മൈനസ് വി എക്സ് പ്ലസ് ഐ യു എക്സ് ആണ്. ഇതിനെ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മൈനസ് ഐ
by minus I by minus I delta y into ആ ബ്രാക്കറ്റുള്ളത്. അപ്പോൾ 1 by minus I delta y, ഈ മൈനസ് ഐ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് പ്ലസ് ഐ വി എക്സ്, ഇവിടെ മൈനസ് വരും, പിന്നെ ഐ ഇൻറ്റു ഐ -1, അപ്പോൾ പ്ലസ് യു എക്സ്. സോ നമുക്ക് തിരിച്ചെഴുതിയാൽ യു എക്സ് പ്ലസ് ഐ വി എക്സ് ബൈ -1 by I. സോ ഈ -1 by I ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഐ ബൈ ഐ. സോ വി ഗെറ്റ് ഐ സ്ക്വയർ എടുക്കുമ്പോൾ ഈ -1 ക്യാൻസൽ ചെയ്തു പോകും, ബാക്കി ഒരു ഐ ഉണ്ടാവും. സോ ഇങ്ങനെ കിട്ടും ഐ ഇൻറ്റു ഒരു ഡെൽറ്റ വൈ ഉണ്ടാവും കേട്ടോ, ഈ ഡെൽറ്റ വൈ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഐ ഇൻറ്റു യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് കിട്ടും. സോ ഡെൽറ്റ ഡബ്ല്യുവിനെ നമുക്ക് മാറ്റി എഴുതാം. ആദ്യത്തെ ബ്രാക്കറ്റിന് വ്യത്യാസമൊന്നുമില്ല, ഡെൽറ്റ എക്സ് ഇൻറ്റു യു എക്സ് പ്ലസ് ഐ വി എക്സ്. രണ്ടാമത്തെ ബ്രാക്കറ്റിനെ നമ്മൾ ഇതുപോലെ മാറ്റി എഴുതിയിട്ട് നമുക്ക് കിട്ടിയത് ഐ ഡെൽറ്റ വൈ യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഓക്കെ, ഐ ഡെൽറ്റ വൈ, ഇവിടെ ഒരു ഈ ഡെൽറ്റ വൈ ഉണ്ടാവും, ഐ ഡെൽറ്റ വൈ യു എക്സ് പ്ലസ് ഐ വി എക്സ്. സോ ബാക്കിയുള്ള ടേം ഡെൽറ്റ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ psi 1 and delta y into phi 2 plus I psi 2. ഇനി ആദ്യത്തെ രണ്ട് ടേമിൽ യു എക്സ് പ്ലസ് ഐ വി എക്സ് കോമൺ ആണ്. സോ വി ഗെറ്റ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ബാക്കിയുള്ള ടേം അതുപോലെ ഉണ്ടാവും, ഡെൽറ്റ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ psi 1 ആൻഡ് ഡെൽറ്റ വൈ ഇൻറ്റു 2 പ്ലസ് ഐ psi 2. So delta x plus I delta y എന്ന് പറഞ്ഞാൽ that is delta z ആണ്. So we can write delta w equal to ux plus I vx into delta z plus ബാക്കിയുള്ള ടേമുകൾ ഡെൽറ്റ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ psi 1 പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു 2 പ്ലസ് ഐ psi 2. ഇനി ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡ്, അതായത് ത്രൂ ഔട്ട് ഡെൽറ്റ സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഡെൽറ്റ സെഡ് ക്യാൻസൽ ചെയ്തു പോവും, യു എക്സ് പ്ലസ് ഐ വി എക്സ് പ്ലസ് ഇവിടെ ഒരു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ സെഡ് ഉണ്ടാവും, ആ ടേം 1 പ്ലസ് ഐ psi 1 ആൻഡ് നെക്സ്റ്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ സെഡ് 2 പ്ലസ് ഐ psi 2. ഇനി രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുക, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ യു എക്സ് പ്ലസ് ഐ വി എക്സ്, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, യു എക്സ് പ്ലസ് ഐ വി എക്സ്. സെക്കൻഡ് ടേമിൽ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0. അപ്പോൾ നമുക്കറിയാം നമ്മൾ 1 2 psi 1 psi 2 ഒക്കെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 2 psi 1 psi 2 4 ഫങ്ഷൻസും 1 2 psi 1 ആൻഡ് psi 2 ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ടെൻസ് ടു 0, ദാറ്റ് ഈസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ആകുമ്പോൾ ഈ 4 ഫങ്ഷൻസും 0യിലേക്ക് പോകും. സോ അങ്ങനെ വരുമ്പോൾ ഇത് 0 ആവും, ഇതും 0 ആവും. അപ്പോൾ ഈ രണ്ട് ടേമുകളും ഉണ്ടാവില്ല, എന്തേ ഉണ്ടാവുള്ളൂ, ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡ് ലിമിറ്റ് ഉണ്ടാവും, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്നുണ്ടാവും അറ്റ് ദി പോയിൻ്റ് x0 y0. ദാറ്റ് ഈസ്
ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് 0. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരുന്നത് എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു യു എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ സെഡ് നോട്ടിലുള്ള എഫിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷനാണ്. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു യു എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ വി എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കാണാനുള്ള ഇക്വേഷൻ യു എക്സ് പ്ലസ് ഐ വി എക്സ് at x naught y naught. So we can conclude that is if f of z is differentiable, f of z differentiable ആണ് at a point z naught, then the real part and imaginary part of f of z satisfies the Cauchy-Riemann equation, satisfies CR equations. Then if തിരിച്ചുള്ളത് if f satisfies Cauchy-Riemann equations and partial derivatives are continuous, partial derivatives continuousും കൂടെ ആണെങ്കിൽ f of z is differentiable, f of z is differentiable എന്ന് പറയാൻ പറ്റും. That is the necessary and sufficient condition for differentiability. Thank you.